വെൽക്കം ടു മീനൂസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്നൊരു പാല് കാച്ചുണ്ട്. ഇത് ചേച്ചിയാണ്, ചേച്ചിയുടെ മകൻ്റെ വീട് പാല് കാച്ചാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ചേച്ചിയുടെ മോൻ തന്നെയാണ് പ്ലാനിങ്ങും കാര്യമൊക്കെ. മോൻ എൻജിനീയറാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി വീട് കേട്ടോ, സൂപ്പർ വീട്. ഇത് ചേട്ടനാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. അത് അച്ഛനും അമ്മയും മേളിൽ നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് തോന്നി ഞാൻ ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ചേട്ടന്മാരും ഇവിടെ നിൽപ്പുണ്ട്. ഫോട്ടോ എടുത്ത് എന്നെ കളിയാക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഒത്തിരി നാളിന് ശേഷം മോളും അവളുടെ കൂട്ടുകാരി ദേവനന്ദയും കണ്ടുമുട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും. കുഞ്ഞുനാളിൽ തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ ചേച്ചിയുടെ മോനും എൻ്റെ മോളും കൂടെ ഉള്ള കുറച്ച് രണ്ടും കൂടെ കളിക്കുകയാണ്. ഇത് ബാത്റൂമാണ്. അതൊക്കെ നോക്കി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറയുകയാണ്. പിന്നെ ബാത്റൂമിനകത്ത് ഫാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ എൻ്റെ മോനൊരു സുന്ദരി വാവയെ അവിടെ നിന്ന് കിട്ടി. നല്ലൊരു ക്യൂട്ട് ബേബി. ഞാൻ സ്മൈൽ പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മോള് ചിരിക്കുകയൊക്കെ ചെയ്തു. ഇത് അവരുടെ ബെഡ്റൂമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. പിന്നെ ഒരുപാട് ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു. ബീഫ്, ചിക്കൻ, ബട്ടർ ചിക്കൻ, പിന്നെ അപ്പം, പൊറോട്ട, ചിക്കൻ ഫ്രൈ, മരിച്ചിനി, അങ്ങനെ ഒത്തിരി ഇതുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് ഗുലാബ് ജാമും ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമും ഉണ്ടായിരുന്നു. പിന്നെ അത് വിടാൻ പാടില്ലല്ലോ. അപ്പോൾ ക്യാമറ എടുക്കുന്ന കണ്ടിട്ട് നമുക്ക് ഹായ് ഒക്കെ പറഞ്ഞ് അവർ തമ്പൊക്കെ തന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ ഇവിടെ വന്നിരുന്ന് കുടിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു. രണ്ടും റിലേറ്റീവിൻ്റെ തന്നെയാണ്. അപ്പോൾ നല്ലതുപോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലുകാച്ചിൻ്റെ മെയിൻ ആൾക്കാരെ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം തട്ടിയും മുട്ടിയും അത്യാവശ്യമുള്ള ആൾക്കാരെയൊക്കെ എടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആ വെഡ്ഡിങ്ങിൻ്റെ ക്ഷീണമൊക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒത്തിരി നാളിന് ശേഷം എല്ലാവരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, വരുന്ന ക്രിസ്മസിന് അഡ്വാൻസായിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബൈ.